ഹായ് ഗൈസ്. അപ്പോൾ ഈ കഴിഞ്ഞ 28-ാം തീയതി, അതായത് ഏപ്രിൽ 28-ാം തീയതി എൻ്റെ ലൈഫിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് കേട്ടോ ഞാൻ പറയാൻ വന്നത്. അപ്പോൾ നൈറ്റ് തനുക്കുട്ട ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഒരു 11 മണിയൊക്കെ ആയി കാണും. അപ്പോൾ തനുക്കുട്ടനാണെങ്കിൽ ഈ മണ്ണിലൊക്കെ പോകുമ്പോഴൊക്കെ കാല് ചൊറിയെന്നൊക്കെ പറയും. അപ്പോൾ ആ സമയം നമ്മൾ ഉപ്പ് വെള്ളമാണ് ഒക്കെ കാലിൽ വെച്ച് കൊടുക്കാറുള്ളത്. അപ്പം ഞാൻ അവൾക്ക് കാല് ചൊറിയുന്നെന്ന് പറഞ്ഞപ്പോൾ ഏട്ടനാണെങ്കിൽ ഉപ്പ് വെള്ളം ഉണ്ടാക്കി അവളെ കാലിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പം തനുക്കുട്ട പറയാണ് വേദനിക്കണം എന്നൊക്കെ പറഞ്ഞ് കരയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അവൾക്ക് കുറേ നേരം കൊണ്ടേ ചൊറിയുന്നെന്ന് പറയാണ്. അപ്പം ചൊറിഞ്ഞു കൊടുത്തപ്പം എന്തെങ്കിലും മുറിഞ്ഞ് അങ്ങനെ അവൾക്ക് നീർന്നെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നിട്ട് ഞാൻ ഏട്ടന് ഫുഡൊക്കെ കൊടുത്തിട്ട് തനുക്കുട്ടൻ്റെ കാലിൽ നോക്കിയപ്പോഴത്തേക്കും ഒരു പാമ്പൊക്കെ കടിക്കും പോലത്തെ 2 മുറിവ് കണ്ടു. അപ്പോഴും ഞാൻ ഇതേപോലെ ഏട്ടനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോഴും അതിന് മുമ്പേ കറണ്ട് പോയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് നേരം ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറയാണ്, പാമ്പൊക്കെ ഉള്ളതല്ലേ, നീ എന്തിനാണ് തുറന്നിട്ടത്, അത് അടച്ചിടുന്നൊക്കെ പറയാണ്. അപ്പം ഈ പറഞ്ഞ കാര്യമൊക്കെ എൻ്റെ മൈൻഡിൽ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ എവിടെയെങ്കിലും വെച്ച് കടിച്ചതായിരിക്കും എന്നൊക്കെ മനസ്സിൽ തോന്നി. ഞാൻ വീട്ടിൻ്റെ അകം എല്ലാം ഫുള്ള് നോക്കിയാണ്. ഇപ്പോൾ വീട്ടിൻ്റെ അകത്തൊന്നുമില്ല, ഇവിടെ ഒന്നും കയറി വരാനുള്ള സാധ്യതയോ ഒന്നുമില്ല. തനുക്കുട്ടനാണെങ്കിൽ പുറത്തൊക്കെ പോയെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും അവളെ എടുത്തിട്ടൊക്കെയാണ് പുറത്തൊക്കെ പോയാലും എടുത്തുകൊണ്ടൊക്കെയാണ് നടക്കുന്നത്. അപ്പം അങ്ങനെ തനുക്കുട്ട പോകാനുള്ള സാധ്യതയും ഇല്ല. അപ്പം കുറച്ച് നേരമൊക്കെ നോക്കി നമ്മൾ വിചാരിച്ച് വേറെ എന്തെങ്കിലും കടിച്ചതായിരിക്കും എന്ന് നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ ഫുൾ സ്നേക്ക് ബൈറ്റ് എന്നാണ് കണ്ടത് ഗൈസ്. അപ്പം ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇങ്ങനെ സ്നേക്ക് ബൈറ്റ് എന്ന് കണ്ടെങ്കിലും എനിക്ക് ഏട്ടൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല ഏട്ടാ. എനിക്ക് ഏട്ടൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല, ഏട്ടൻ എൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല. മനസ്സിലൊരു സങ്കടമോ എന്തോ കൊണ്ട് പറയാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഏട്ടാ ഞാൻ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏട്ടൻ വിചാരിച്ച് പിന്നെ തൻകുട്ടനെ പെട്ടെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് ഒരു 11:30 ആ സമയമൊക്കെ കഴിഞ്ഞാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും. അപ്പോൾ ഡോക്ടർ എന്ന് പറയുമ്പം ഈ നെയ്യാറ്റിൻകരയൊക്കെ ആ ഭാഗത്തൊക്കെ കുഞ്ഞു കുട്ടികളെ നോക്കുന്ന ഡോക്ടർമാരൊന്നും എൻ്റെ അറിവിലില്ല കേട്ടോ. അപ്പോൾ പ്രൈവറ്റായിട്ട് ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പം ഞാൻ അവിടെ കൊണ്ടുപോയി. അപ്പം ആ ഡോക്ടറും കണ്ടിട്ട് പറഞ്ഞു, ഇത് കണ്ടിട്ട് സ്നേക്ക് ബൈറ്റ് ആയിട്ടാണ് തോന്നുന്നത്, നിങ്ങൾ കൂടുതൽ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഏട്ടനും കൂടെ ആലോചിച്ചപ്പം PRS ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അവിടെ കുറച്ചുകൂടെ ഫെസിലിറ്റീസ് ഉണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് പെട്ടെന്ന് കൊണ്ടുപോകാമെന്ന് കരുതി. പിന്നെ ഞാനും ഏട്ടനും കൂടെ തനിക്കുട്ടനെ പെട്ടെന്ന് PRS ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയാണ്. അവിടെ പോയി എമർജൻസി വാർഡിലോട്ട് പോയപ്പം എല്ലാ ഡോക്ടറും വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇത് കണ്ടിട്ട് സ്നേക്ക് ബൈറ്റ് എന്നതിനെ തോന്നണമെന്ന് പറയും. അപ്പോൾ നമ്മൾ മനസ്സിൽ കൂടുതൽ ടെൻഷനായി. നമ്മൾ ചെറിയൊരു ഊഹം വെച്ചല്ലേ കൊണ്ടുപോയത്, ഇങ്ങനെ ഗൂഗിളിൽ കണ്ട ഒരു ഇതിലാണ് കൊണ്ടുപോയി. പക്ഷേ ഈ കാണുന്ന എല്ലാ ഡോക്ടർമാരും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നി. പിന്നെ അവിടെ വെച്ച് ഡോക്ടർ പറഞ്ഞു 3 ബ്ലഡ് ചെക്ക് ചെയ്യണം, 1 ബ്ലഡ് ക്ലോട്ട് ആവണോ എന്ന് ചെക്ക് ചെയ്യണം, 3 അല്ലാതെ ബ്ലഡിൽ എന്തെങ്കിലും വിഷം എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി എത്തിയപ്പോഴത്തേക്കും തന്നെ 12:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബ്ലഡൊക്കെ എടുത്ത് ഇതെന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് ബ്ലഡ് എടുത്ത് വയ്ക്കും. ബ്ലഡ് ക്ലോട്ട് ആവുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വിഷമൊന്നും പോയിട്ടില്ല. ബ്ലഡ് ക്ലോട്ട് ആയില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തോ വിഷം ഉണ്ടെന്നാണ് അർത്ഥം. അപ്പം ഡോക്ടർ പറഞ്ഞു ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യണം, ഇത് നോക്കാം. അപ്പം ആ സമയത്തേക്കും അവളെ ഒബ്സർവേഷനിൽ വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒബ്സർവേഷനിൽ 1/2 മണിക്കൂർ വയ്ക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. അപ്പം 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ബ്ലഡ് എല്ലാം ക്ലോട്ട് ആയിട്ടുണ്ട്. ആ ഒരു സമയമൊക്കെ ആയപ്പോൾ ഒരു 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ട്. ഡോക്ടർ രാവിലെ റൗണ്ട്സിന് പറഞ്ഞാൽ 6 മണിക്കാണ്, ആ സമയത്ത് പോയാൽ മതിയോ, അല്ലെങ്കിൽ നമ്മളെ സ്വന്തം ഇഷ്ടത്തിന് ഇവിടെ എഴുതി വെച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ബ്ലഡിന്റെ ടെസ്റ്റിന്റെ റിസൾട്ട് വരാൻ 3:30 ആവും. ഇപ്പം ചില സ്നേക്കൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിഷം ഉണ്ടല്ലോ, അതിന്റെ സിംറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ലേറ്റ് ആയിട്ടാണ് കാണിക്കാറുള്ളത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 6 മണിക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു 3:30 ആയപ്പോൾ നേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ റിസൾട്ടൊക്കെ വന്നു എന്ന് ചോദിച്ചപ്പം പറഞ്ഞു റിസൾട്ടൊക്കെ വന്നു, അതിലൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. റിസൾട്ടൊക്കെ വന്നു, അപ്പോൾ അതിലൊന്നും ഒരു കുഴപ്പമില്ല. രാവിലെ പിന്നെ ഡോക്ടർ റൗണ്ട്സിന് വന്നു. അപ്പോൾ തനിക്കുട്ടനെ നോക്കിയിട്ടോ. അപ്പോൾ തനിക്കുട്ട ഉറങ്ങി കിടക്കുകയായിരുന്നു. അപ്പോൾ തനിക്കുട്ട എണീക്കുമ്പോഴത്തേക്കും ഫുഡൊക്കെ കൊടുത്ത് അവൾ നല്ല ആക്റ്റീവ് ആണോ എന്നൊക്കെ നോക്കാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ തനിക്കുട്ടൻ ഫുഡൊക്കെ കൊടുത്തു. തനിക്കുട്ട നല്ല ആക്റ്റീവ് ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മളെ കടിക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ റിസൾട്ടും വരാൻ തന്നെ 3:30 ആയിട്ടുണ്ട് എനിക്ക്. അപ്പം ഇതേപോലെ സ്നേക്കൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞ് നമുക്ക് ആൻറ്റിവെനമൊന്നും അവർ തരത്തില്ല. ആൻറ്റിവെനം തരണമെങ്കിൽ നമ്മളെ ശരീരത്തിൽ വിഷം ഉണ്ടെന്നൊക്കെ അറിഞ്ഞാലേ ആൻറ്റിവെനം തരുള്ളൂ. അപ്പം ഇത് റിസൾട്ട് വരാൻ തന്നെ ഒരു 3.5 മണിക്കൂറൊക്കെ എടുക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കടിച്ച് എന്നൊക്കെ നമ്മൾ മനസ്സിൽ തോന്നിയാൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പം എൻ്റെയൊക്കെ മനസ്സിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഹോസ്പിറ്റലിൽ നല്ല ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഞ്ചക്ഷൻ തരും എന്നൊക്കെയാണ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മുടെ ശരീരത്തിൽ അതിൻ്റെതായിട്ടുള്ള വിഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൻറ്റിവെനം തരത്തുള്ളൂ. അപ്പം അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. അപ്പം ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരത്ത് പേടിച്ച ഒരു സമയമായിരുന്നു ഞാനും ഏട്ടൻ. കാരണം എന്തു കടിച്ചതെന്ന് അറിഞ്ഞുകൂടാ. എല്ലാ ഡോക്ടർമാരും ഇത് തന്നെയാണ് പറയണത്, ഈ ഗൂഗിളിൽ നോക്കുമ്പോഴും ഇത് തന്നെയാണ് പറയണത്. അപ്പം എല്ലാം കൊണ്ട് നമ്മൾ നല്ല പേടിച്ചു പോയി. ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എന്തോന്നും ഉറക്കവും ഇല്ല, അങ്ങനെയായിരുന്നു. പിന്നെ
ഇതിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തനുക്കുട്ടന് എല്ലാം ശരിയായി എന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ എടുത്ത വീഡിയോസ് ഒക്കെയാണ് കേട്ടോ അത്. അപ്പോൾ ഗൈസ്, അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക ഗൈസ്. പിന്നെ ഇത് എവിടെ നോക്കിയാലും, ടി വിയിൽ നോക്കിയാലും ഫോണിൽ നോക്കിയാലും എപ്പോഴും പാമ്പിൻ്റെ കാര്യങ്ങളാണല്ലോ കൂടുതൽ പറയണത്. അപ്പോൾ അതെല്ലാം കണ്ടാണ് കൂടുതൽ മനസ്സിൽ ടെൻഷനായി സത്യം പറഞ്ഞ്. അപ്പം ഈ ജനൽ തുറന്നിട്ടുന്നതും കൊണ്ട് ഭയങ്കര ടെൻഷനായി സത്യം പറഞ്ഞാൽ ഗൈസ്. ഇപ്പോഴും അറിഞ്ഞൂടാ അവളെ കല്ലെന്ത് കടിച്ചേന്ന് ഇപ്പോഴും ചോദിച്ചാലും എനിക്ക് അറിഞ്ഞൂടാ. കാരണം അവളങ്ങനെ പുറത്തൊന്നും പോയില്ല, വീട്ടിൻ്റെ അകത്ത് വന്ന് ക്ലീൻ ചെയ്ത് തുടച്ച്. ഇതിപ്പം 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇപ്പോഴും ഗൈസ് ഈ വീട് 2 വട്ടം തുടച്ച ഗൈസ്, ഇവിടെ ഒന്നുമില്ല ഗൈസ്. എന്തോ കടിച്ചിട്ടുണ്ട്, അന്ന് തന്നെയാണ് അവളെ കടിച്ചത്. കാരണം പിറ്റേന്നൊക്കെ ആയപ്പോൾ ആ മുറിവ് ഏകദേശം ഇങ്ങനെ ഒരു ബ്ലഡ് ഇങ്ങനെ കുറച്ച് വന്ന് ക്ലോട്ടായിരിക്കും പോലെയാണ് ആ മുറിവിലുണ്ടായിരുന്നത് ഗൈസ്. ഞാൻ കാണിച്ചു തരാം, ആ ഫോട്ടോ കണ്ടല്ലോ നിങ്ങൾ, അതിലുണ്ടല്ലോ. അങ്ങനെയായിരുന്നു ആ മുറിവുണ്ടായിരുന്നത്. പിന്നെ ആ മുറിവ് കരിഞ്ഞ് ഉണങ്ങി വന്ന കേട്ടോ. ഇപ്പോഴും ആ മുറിവിൽ 2 പാട് അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അതെന്ത് കടിച്ചെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. അപ്പോൾ എല്ലാവരും കെയർഫുൾ ആയിരിക്കണം. പുറത്തൊക്കെ പോയാലും എല്ലാം, ഇപ്പം പുറത്തൊക്കെ പോയാലും എല്ലായിടും. പിന്നെ കുഞ്ഞുങ്ങളെ ഒന്നും പുറത്തൊന്നും കൂടുതൽ വിടുകയൊന്നും ചെയ്യരുത് ഗൈസ്. നമ്മളുള്ളപ്പോൾ കുറച്ച് നേരം വിട്ടാലും കുഴപ്പമില്ല, അല്ലാതെ പുറത്തൊന്നും വിടരുത്. എല്ലാവരും സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഗൈസ് ബൈ.